ഒന്നിനു പുറകെ ഒന്നായി ദുരിതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ? വ്യക്തിജീവിതത്തിലും സാമ്പത്തികപരമായും ജോലി സംബന്ധമായും ഉണ്ടാകുന്ന തിരിച്ചടികൾ നേരിടാൻ ഏകാഗ്രമായ മനസ്സോടെ ഇരുന്ന് ഹനുമാൻ സ്വാമിയുടെ ഈ മന്ത്രം ജപിക്കൂ. സപ്ത ചിരഞ്ജീവികളിൽ ഒരാളും തീവ്ര ശ്രീരാമ ഭക്തനുമാണ് ഹനുമാൻ സ്വാമി. വായുപുത്രനായ ഹനുമാൻ സ്വാമി ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമാണ്. ശനിയുടെ അപഹാരം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നവർ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വ്യക്തിജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട കാലമാണ് ശനിയുടെ അപഹാരത്തെ കണക്കാക്കുന്നത്. പ്രാർത്ഥനയ്ക്കു പുറമെ ഹനുമാൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ നടത്തുന്നതും അതിശ്രേഷ്ഠമാണ്. ഭക്തിയോടെ വിശ്വാസത്തോടെ ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ വായുവേഗത്തിൽ ഫലം എന്നാണ് പറയുന്നത്. ഹനുമാൻ സ്വാമിയുടെ പ്രധാന വഴിപാടുകളും ഓരോന്നിൻ്റെയും ഫലസിദ്ധിയെക്കുറിച്ചും പറയാം. അതിനു മുമ്പേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വെറ്റിലമാലയാണ് ഹനുമാൻ സ്വാമിയുടെ പ്രധാന വഴിപാടുകളിൽ ഒന്ന്. രാമരാവണ യുദ്ധത്തിലെ വിജയം അറിയിക്കാൻ ഹനുമാൻ ലങ്കയിൽ സീതാദേവിയുടെ അടുത്തെത്തി. സന്തോഷവതിയായ സീതാദേവി വെറ്റിലമാല കോർത്ത് മാല പോലെയാക്കി ഹനുമാന് നൽകി ചിരഞ്ജീവിയാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അന്നു മുതലാണത്രേ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല പ്രിയപ്പെട്ടതായത്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും ജോലി ലഭിക്കാനും തൊഴിൽ തടസ്സം മാറാനും 108 വെറ്റില കൊണ്ട് മാലയുണ്ടാക്കി ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കൂ. ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് എത്രയും വേഗം ഭഗവാൻ തരുന്നതാണ്. ഇനി അടുത്ത വഴിപാട് സിന്ദൂരം, കുങ്കുമം ചാർത്തുക. ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹത്തിൽ കുങ്കുമം ചാർത്തുന്നത് ആയുർദോഷം മാറാൻ സഹായിക്കും. ഒപ്പം മനസ്സന്തോഷവും വിജയവും കിട്ടുന്നു. അടുത്ത വഴിപാട് വടമാല. ആയുരാരോഗ്യ സൗഖ്യത്തിന് വടമാല വളരെ പ്രധാനമാണ്. ഇനി ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വെണ്ണകാപ്പ്. അത് കാര്യവിജയത്തിനായിട്ട് നടത്തുന്നതാണ്. അടുത്തത് അവിൽ നിവേദ്യം. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ ശനിയാഴ്ച ദിവസം പഞ്ചസാരയും നാളികേരവും ചേർത്ത അവിൽ നിവേദിക്കുന്നത് വളരെ നല്ലതാണ്. കടബാധ്യതയുള്ളവർ ഇതൊന്ന് ചെയ്തു നോക്കൂ. ഓം ആഞ്ജനേയായ നമ എന്ന മന്ത്രം ചൊല്ലി പ്രദക്ഷിണം വെച്ചാൽ ശത്രുദോഷം ഇല്ലാതാകുന്നു. ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ 9 പ്രദക്ഷിണം, 21 പ്രദക്ഷിണം ഇത് വളരെ നല്ലതാണ്. തീവ്ര ഭക്തനായ ഹനുമാൻ സ്വാമിക്ക് യഥാവിധി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ ഫലം ഏറെയാണ്. നമ്മൾ ഉറങ്ങാൻ പോകും മുമ്പേ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചു കിടന്നാൽ ദുസ്വപ്നം കാണില്ല എന്ന് പണ്ടുള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അതുപോലെ ഹനുമാൻ കവചവും ചൊല്ലുന്നത് നല്ലതാണ്. ശ്രീരാമജയം എന്ന് കടലാസിൽ എഴുതി ഒരു മാല കോർത്ത് ഹനുമാൻ സ്വാമിയെ അണിയിച്ചു പ്രാർത്ഥിക്കൂ. സർവകാര്യ വിജയം ഉറപ്പാണ്. ചിരഞ്ജീവികളിൽ ഒരാളായ ഹനുമാൻ സ്വാമിയുടെ ജന്മനക്ഷത്രമായ മൂലം നാളിൽ ഹനുമാൻ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ സർവദോഷങ്ങളും അകലും, സർവകാര്യ വിജയവും കിട്ടും. ഭക്തിയോടെയും സമർപ്പണത്തോടുകൂടിയും പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തരെ സർവ്വ ദുരിതങ്ങളിൽ നിന്നും ഹനുമാൻ സ്വാമി കാത്തുരക്ഷിക്കും. ഇനി നിത്യവും ഹനുമാൻ സ്വാമിയെ ജപിക്കേണ്ട ഒരു ശ്ലോകം പറയാം. മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ചിലർ ശരണം പ്രപദ്ധ്യേ എന്നും ചൊല്ലാറുണ്ട്. ഇത് ഒരു ദിവസം പോലും മുടങ്ങാതെ 21 വട്ടം ഹനുമാൻ സ്വാമിയെ മനസ്സിൽ വിചാരിച്ച് മുടങ്ങാതെ ചൊല്ലുക. ഇനി ഏറ്റവും ലളിതമായി ജപിക്കേണ്ട ഒരു മന്ത്രം ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രമായ ഓം ഹനുമതേ നമ എന്ന മന്ത്രം നിത്യവും 108 തവണ കുളിച്ച് വിളക്ക് വെച്ച് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് മുടങ്ങാതെ ചൊല്ലൂ. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഭഗവാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നടത്തിത്തരും.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഹനുമാൻ ഭക്തരായിട്ടുള്ളവർ ഈ വീഡിയോയുടെ താഴെ ഓം ഹനുമതേ നമ എന്ന ഒരു നാമം എഴുതിയിടാൻ മറക്കരുത്. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ഹനുമാൻ.